നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഉപ്പേരി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ 171 സബ്സ്ക്രൈബേഴ്സ് ഇതൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മസാല ഇടുമോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവാണ്. കുറച്ച് ദിവസം ഇൻസ്റ്റഗ്രാം തുറന്നാലൊക്കെ എനിക്ക് ഈ പൊതിച്ചോറിൻ്റെ റീൽസൊക്കെ വരുന്നു. അപ്പോൾ തൊട്ട് ഭയങ്കര കൊതി പൊതിച്ചോറ് കഴിക്കാൻ. അപ്പോൾ ഇന്ന് നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാം. ഞാൻ ഇന്നലെ രാത്രി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് അതൊന്ന് ഉണ്ടാക്കി നമ്മുടെ വാഴയിലൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് നേരം എടുത്തു വെക്കാം. എന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് പൊതിച്ചോറ് കഴിക്കാം. പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ മെയിൻ സാധനം വാഴയില ഒരു ഏഷ്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇന്ന് രാവിലെ ഞാൻ റൈസ് ഉണ്ടാക്കി. പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പയറുണ്ട്, കോവയ്ക്കുണ്ട്. ഇതൊക്കെ ഇന്നലെ രാത്രി അരിഞ്ഞു വെച്ചതാട്ടോ. അങ്ങനെ അരിഞ്ഞരിഞ്ഞ ആവേശത്തിൽ ഞാൻ കായും അരിഞ്ഞു വെച്ചു. ഭാഗ്യത്തിന് കളർ അത്ര മാറിയിട്ടില്ല. പിന്നെ മീന് മത്തിമീനാണ്, നമുക്കത് പൊരിച്ചിട്ട് വെക്കാം. പിന്നെ മുട്ടയുണ്ട്, മഷ്റൂം ഉണ്ട്, പിന്നെ നമ്മുടെ അച്ചാറ്, പിന്നെ ചമ്മന്തി അരയ്ക്കാൻ ഞങ്ങൾ ഫ്രോസൺ ഗ്രേറ്റഡ് കോക്കനട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഫസ്റ്റ് ഉപ്പേരിയൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അറ്റ് എ ടൈം ഞാൻ 2 പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് പയറുപ്പേരിയും കോവയ്ക്കുപ്പേരിയും ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിലാട്ടോ എടുത്തേ, വെളിച്ചെണ്ണ ഒന്ന് ഉരുക്കിയെടുത്തിട്ട് കടുക് പൊടിക്കാം. വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 2 ഇടാം. അപ്പം നമുക്കിവിടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ചെറിയുള്ളി ഇവിടെ അരിഞ്ഞു വെച്ചത്. ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് പയറിൻ്റെ ഉപ്പേരിയാണ്. അപ്പോൾ നമുക്ക് പയറും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കാം. കോവയ്ക്ക് സെറ്റ് ചെയ്ത് ഇത് ചൂടായി കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി, എന്നിട്ട് നമ്മുടെ അരിഞ്ഞ വെച്ച ഉള്ളി, അതിൽ നമുക്ക് കുറച്ച് ഉപ്പിടാം കേട്ടോ. ഞാൻ ഇതിനകത്ത് ഉപ്പിടാൻ വിട്ടുപോയി. നമുക്ക് അതിപ്പോൾ തന്നെ ഇടാം. അതിൽ കുറച്ച് ഉപ്പിട്ടു. ഇനി നമുക്ക് നേരത്തെ പയറിനകത്ത് ഉപ്പിടാൻ മറന്നുപോയി. അതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് അരച്ച് വെക്കാം. ഇനി കോവയ്ക്ക ഇടാം. ഇതൊക്കെ ഇന്നലെ രാത്രി ഞാൻ അരിഞ്ഞു വെച്ചതാട്ടോ കോവയ്ക്ക. എന്നിട്ട് ഇത് അടച്ചു വെക്കാം. നമുക്ക് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 പേരും ഇത് അടച്ചു വെക്കാൻ ഇതുപോലത്തെ 2 എണ്ണം ഇല്ല. അപ്പം നമുക്ക് മാറി മാറി അടച്ചു വെക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് വേറെ മസാലകളൊന്നും ഇടില്ല എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഉണ്ടാക്കാം. ആ ഒരു കോവയ്ക്കയുടെ ആ ഒരു റോ ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ മസാല ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് കോവയ്ക്കയും ഉള്ളിയും ഉപ്പും പച്ചമുളകും 2 കഷ്ണം വെളുത്തുള്ളിയും, പിന്നെ നമ്മൾ കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടും. അത്രേ ഉള്ളൂ. നമുക്ക് പയറൊന്ന് നോക്കാം. പയറിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് കുറച്ചുകൂടെ ഒന്ന് ഇങ്ങനെ വാടി വരണം. ഇത് ഏകദേശം ഒന്നിങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോൾ കുറച്ച് കറിവേപ്പില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സും.
കറിവേപ്പില ഞാൻ കുറേ ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കണ്ടെയ്നറിൽ ടിഷ്യൂ പേപ്പറിനകത്ത് ഇങ്ങനെ വെച്ചതാട്ടോ. അപ്പം ഇത് കുറേ ദിവസമായി ഇരിക്കണം. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കറിവേപ്പില ഇതിനകത്ത് ഇരിക്കും. നമ്മൾ കറിവേപ്പില കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ സ്റ്റെമ്മിൽ നിന്ന് ഇതേപോലെ എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ അടിയിൽ വെച്ചിട്ട് അതിനകത്തേക്ക് ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ചിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കുറേ ദിവസം നിൽക്കും ഈ കറിവേപ്പില. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് വെച്ച് നോക്കട്ടോ. ആർക്കെങ്കിലും കറിവേപ്പില പെട്ടെന്ന് വാടി പോവുക അല്ലെങ്കിൽ ഡ്രൈ ആയി പോകുന്ന പോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എനിക്ക് നല്ല എഫക്റ്റീവാണ്. കുറേ ദിവസം നിൽക്കുന്നുണ്ട് കറിവേപ്പില. ഇത് 2 തണ്ട് ഇതിനകത്ത് ഇടാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കോവയ്ക്കേൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. ഇത് എത്രത്തോളം ഇരുന്നാലാണ് ആവുകയെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാഴയൊന്നും ആദ്യമായിട്ടാണ് കോവയ്ക്ക ഉണ്ടാക്കുന്നത്. കോവയ്ക്കയിൽ നമുക്കിന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ പയറുപ്പേരി ഏകദേശം ആയി വരുന്നുണ്ട്. ഈ കോവയ്ക്ക ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ പയറും കോവയ്ക്കൊക്കെ ഉപ്പേരി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് ഇളക്കി കൊടുക്കുന്നൊക്കെ ഉണ്ട്. ആക്ച്വലി പൊതിച്ചോറ് ഉണ്ടാക്കാനേ നമുക്ക് ഇത്രയും വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും എന്താണുള്ളത്, ഇപ്പോൾ ഒരു ഉപ്പേരി ആണെങ്കിൽ ഒരു ഉപ്പേരി അല്ലെങ്കിൽ ഒരു മീൻ വറുത്തത് എന്താണുള്ളത് അത് നമ്മൾ ആ വാഴയിലയിൽ പൊതിഞ്ഞ് കുറച്ച് നേരം വെച്ച് അത് തുറന്ന് കഴിക്കുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. അതിനകത്ത് എന്തിട്ടാലും അതിന് ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വരും. അപ്പം ഇങ്ങനെ ഇത്ര വിഭവങ്ങൾ വേണമെന്നൊന്നുമില്ല പൊതിച്ചോറിൽ. ഞാൻ കണ്ടിട്ടുള്ള പല വീഡിയോസിലും ഇതിനേക്കാൾ കൂടുതലുണ്ട്. അതിനകത്ത് ചീരയുടെ ഉപ്പേരി ഉണ്ട്, പിന്നെ അതിനകത്ത് ചിക്കൻ ഉണ്ട്, ചിലവർ ബീഫ് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ അടുത്തുള്ളത് അതൊക്കെ വെച്ചിട്ട് വാഴയിലയിൽ പൊതിഞ്ഞ് അത് പൊതിച്ചോറാണ്. അങ്ങനെ കഴിക്കാം. പിന്നെ എൻ്റെ 171 സബ്സ്ക്രൈബേഴ്സ് ഇതൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെ കാണിക്കാനും കൂടിയാണ് ഞാനിതിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കാണുക, വീട്ടിലുണ്ടാക്കിയൊക്കെ നോക്കുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റ് നല്ല ടേസ്റ്റുള്ളൊരു പൊതിച്ചോറ് കഴിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് എന്ത് കിട്ടിയാലും ടേസ്റ്റി ആയിട്ടാണ് ഫീൽ ചെയ്യാറ്. അങ്ങനെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര ക്രിട്ടിക്കല്ല. ലൈക്ക് അത് ശരിയായില്ല അല്ലെങ്കിൽ അത് അങ്ങനെയായിരുന്നു വേണ്ടത് പറയുന്ന ഒരു ടൈപ്പല്ല. അതുകൊണ്ട് എനിക്ക് എന്ത് തന്നാലും നല്ല ടേസ്റ്റുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. ഒരു മണമൊക്കെ വരുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഇതിപ്പോൾ എങ്ങനെ മനസ്സിലാക്കുക ഇതായിരുന്നു? നമുക്ക് അർജത്ത് വന്നിട്ട് ചോദിക്കാം ഇതായിരുന്നു. കാരണം കോവയ്ക്കാനെ പറ്റി വലിയൊരു ഐഡിയ എനിക്കില്ല. കാരണം ചിലതൊക്കെ ഈ പച്ച കളറിൽ തന്നെ ഇരിക്കുകയാണ്, ചിലത് ഈ കളറൊക്കെ മാറി ഒരു യെല്ലോയിഷ് ഓറഞ്ച് കളറൊക്കെ ആയിട്ടുണ്ട്. പയർ എനിക്കറിയാം, പയർ ഞാൻ ഇതിനു മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. പയറിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാം. ബിക്കോസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, നമുക്കറിയാമല്ലോ അതായത്. കഴിഞ്ഞ തവണ എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഈ പയറിൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് അടി പിടിച്ചു. പക്ഷെ അത് ആയിക്കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ അടി പിടിപ്പിക്കണോ അല്ല ഇങ്ങനെ വാട്ടി കൊണ്ടുവരണോ എന്നുള്ളത് അറിയില്ല. നമുക്ക് നോക്കാം. അടി പിടിപ്പിച്ചാലാണ് ആ ഒരു ബേൺഡ് ടേസ്റ്റ് വരുമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് അടി പിടിപ്പിക്കാം.
എന്നിട്ട് ഉണ്ടാക്കാം. ലെറ്റ്സ് സീ. അപ്പം ആകെ 2 ഡിഷേ ആയിട്ടുള്ളൂ. മഷ്റൂം ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കേട്ടോ ഇന്നലെ മഷ്റൂം. അപ്പോൾ മഷ്റൂം ഉണ്ട്. ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കണം, മുട്ട ഉണ്ടാക്കണം, ചോറ് ഓൾറെഡി ആയി. ഇനി നമുക്ക് കായുടെ ഉപ്പേരി ഉണ്ടാക്കണം. പിന്നെന്താ ഉള്ളത്? മീൻ പൊരിക്കണം. അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചെയ്യാം, മീൻ പൊരിക്കുന്നത്. ചമ്മന്തി അരയ്ക്കണം, അത് മീൻ പൊരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ചെയ്യാം. ഇനി നമുക്ക് കോവയ്ക്കല്ലല്ലോ, കായുടെ ഉപ്പേരി ഉണ്ടാക്കണം. ഇത് ഏതെങ്കിലും ഒരു പാത്രം ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് കായിടാം, എന്നിട്ട് കായ ഉണ്ടാക്കാം. ഇതിൻ്റെ ലുക്ക് കണ്ടിട്ട് ഏകദേശം ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരെണ്ണെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ. അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കോവയ്ക്ക നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി, അപ്പോൾ ആ സെയിം പാത്രത്തിൽ നിന്ന് നമുക്ക് കായുടെ ഉപ്പേരി ഉണ്ടാക്കാം. അപ്പം അതിനും നമുക്ക് വെളിച്ചെണ്ണ വേണം. നേരത്തെ ചെയ്ത പോലെ തന്നെ വെളിച്ചെണ്ണ ഒരുക്കി കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടിക്കണം. നല്ല ചൂടായതുകൊണ്ട് ഇപ്പോഴേ കടുക് പൊട്ടി തുടങ്ങി. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ചെറിയ ഉള്ളി, ഉപ്പ് ഇടാം. കുറച്ച് മതി, ബാക്കി നമുക്ക് കായ ഇടുന്ന സമയത്ത് നോക്കിയിട്ടിടാം. നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കായ ഇടാം. ഞാൻ ആക്ച്വലി ഇന്നലെ കട്ട് ചെയ്ത് വെച്ചു. ഇന്ന് കട്ട് ചെയ്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു കളർ വ്യത്യാസം അത്രയും കുഴപ്പമില്ല. കായ ഇങ്ങനെ തലേന്ന് അരിഞ്ഞ് വെക്കില്ലാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊരു ആവേശത്തിൻ്റെ പുറത്ത് എല്ലാം അരിഞ്ഞ് കായും ഒന്ന് അരിഞ്ഞു. നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് എടുക്കാം. ഇത് നമ്മുടെ പയർ നമുക്ക് മറക്കരുതല്ലോ. പയർ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് പയറും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് എരിവുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഉപ്പിടാം. ഇത്തിരി എരിവുണ്ട് കേട്ടോ. ചില്ലി ഫ്ലേക്സ് കുറച്ച് കൂടിപ്പോയി. പക്ഷെ ചോറിനൂടെ കഴിക്കുമ്പോൾ ഓക്കെ ആയിരിക്കും വിചാരിക്കാം. നമ്മുടെ പയറുപ്പേരി പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മുടെ പയറുപ്പേരി റെഡിയായി. ഇല്ലല്ലോ, കോവയ്ക്കുപ്പേരി റെഡിയായി. കായുടെ ഉപ്പേരി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കായ ഉപ്പേരിയിൽ നമുക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. മസാല ഇടുക അറിയുന്നെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിടാം. നമ്മുടെ കായുടെ ഉപ്പേരി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു 2 മിനിറ്റ്സും കൂടെ വെച്ചിട്ട് ഇതും മാറ്റി വെക്കാം. അപ്പം നമ്മുടെ കായുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ അത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്കിനി സെയിം പാത്രത്തിൽ തന്നെ ചമ്മന്തിക്കുള്ള വറ്റൽമുളകൊന്ന് ചുട്ടെടുക്കാം. ഇവിടെ ഇൻഡക്ഷൻ അടുപ്പായതുകൊണ്ട് നമുക്കങ്ങനെ കനലിൽ ചുട്ടെടുക്കാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ പാത്രം ചൂടാക്കിയിട്ട് ഇതിനകത്ത് തന്നെ നമുക്ക് ചൂടാക്കിയെടുക്കാം. മുളക് ഏകദേശം ചുട്ട പോലെയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങയുടെയും ഉള്ളിയുടെയും ഇഞ്ചിയുടെയും പുളിയുടെയും ഒക്കെ കൂടെ ചമ്മന്തിയായിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ചമ്മന്തി സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കറിവേപ്പില ഇടുന്നുണ്ട്, പുളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ചെറിയുള്ളി, പിന്നെ നമ്മളിപ്പോൾ ചുട്ടെടുത്ത മുളകും പിന്നെ തേങ്ങയും ഇതും കൂടെ നമുക്കൊന്ന് അരച്ചിട്ട് ചമ്മന്തിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് ഒരു ഉണ്ട പോലെ ആക്കിയിട്ട് എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇലയിൽ ചോറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് എടുത്ത് വെക്കാം. നെക്സ്റ്റ് നമ്മൾ മുട്ട പൊരിക്കാൻ പോവാണ്. അപ്പോൾ പാന് ഞാനിവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കോക്കനട്ട് ഓയിലും ഒഴിച്ചു, മുട്ടയും പിന്നെ അതിനകത്ത് ഇടാനുള്ള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇതിനകത്തുണ്ട്. അതിനൂടെ അർജത്ത് കുറച്ച് തേങ്ങ
ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ മുട്ട ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ഈ തവണ ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ അർജിത്ത് കമോൺ വന്ന് ഉണ്ടാക്കും. മുട്ട ഇവിടെ സെറ്റായി വരുന്നുണ്ട്. തേങ്ങ ഇട്ട മുട്ട. അപ്പം നമ്മുടെ മുട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട്. സെറ്റ് വലിയ പാത്രമായി പോയില്ലേ. അപ്പം ഇനി നമ്മുടെ ലാസ്റ്റ് ഐറ്റം മീൻ പൊരിച്ചത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട്. അപ്പം ചൂടായ എണ്ണയിലേക്ക് നമ്മൾ 2 കറിവേപ്പില ഇട്ടു. നമ്മൾ മീൻ ഡോണറ്റ് പോലെ നടുവിലൊരു തോട്ടം. നമ്മുടെ മീനപ്പോൾ ഏകദേശം തിരിച്ചിടാൻ ടൈം ആയിട്ടുണ്ട്. മീൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും അപ്പം നമ്മുടെ മീൻ സെറ്റായി. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമുക്കപ്പോൾ പ്രിപ്പയർ ചെയ്ത സാധനങ്ങളൊക്കെ വെക്കാനുള്ള വാഴയില ഒന്ന് വാട്ടിയെടുക്കണം. ഇവിടെ ഇൻഡക്ഷൻ ആയതുകൊണ്ട് എത്രമാത്രം അത് പോസിബിൾ ആയിരിക്കും എന്നറിയില്ല. എന്നാലും ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആ ചൂട് കൊള്ളിച്ചെടുക്കാം. സക്സസ്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് സെറ്റ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ, നമ്മുടെ ചമ്മന്തി, കായുപ്പേരി, പയറുപ്പേരി, കോവയ്ക്ക, മീൻ വറുത്തത്, മുട്ട പൊരിച്ചത്, മഷ്റൂം, അച്ചാറ്, ചോറ്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, അർജിത്ത് ഇന്നലെ ഉണ്ടാക്കിയ അവിയലാട്ടോ. അപ്പം നമുക്ക് വാഴയിലേക്ക് ചോറൊക്കെ വെച്ച് പൊതിഞ്ഞ് വെക്കാം. ആദ്യം ചോറ് ആദ്യം വെളുത്തുള്ളിയുടെ അച്ചാറ്, മുട്ടയിട്ട് മെഴുക്കുവരട്ടി, പയറിന മെഴുക്കുവരട്ടി, ഉപ്പേരി. ഇവരുടെ നാട്ടിലേക്ക് ഇതിന് മെഴുക്ക് വരട്ടി എന്നാണ് പറയുന്നത്. എന്റെ നാട്ടിലേക്ക് കായിന്റെ ഉപ്പേരി. ഉപ്പേരി ഓക്കെ മതി. മീൻ മുട്ട മുട്ട ഇനി മീൻ മൂന്നെണ്ണം. ഒരു വറുത്ത മുളകും മുളക് എരിവായിരിക്കില്ലേ? ഞാൻ ഉണ്ടാക്കിയത് അതിവിടെ അല്ലേ നടുവിലല്ലേ വെക്ക. എന്തൊരു രസം. കണ്ടിട്ടെനിക്ക് കഴിച്ചാലും. ഇനി ഇത് മടക്കാണ്. ഇത് എത്ര മണിക്കൂർ വെക്കണം? നമ്മളിപ്പോ സ്കൂളിൽ പോകുമ്പോ രാവിലെ എത്ര മണിക്ക് ഉണ്ടാക്കി തന്നെ വെക്കും. ഉച്ചയ്ക്ക് ഒരു 1 മണിക്ക്. ചില പിള്ളേർക്ക് രാവിലെ ട്യൂഷൻ ഉണ്ട്, അവർ 7 മണിക്ക് പോകും. ചിലവര് 8:30 ആവും പോകുമ്പോ. പൊതിഞ്ഞ നല്ല ശീലമുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ ഇലയിലല്ല പോയിക്കൊണ്ടിരുന്നത്, പക്ഷെ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ കിട്ടുന്ന പേപ്പറിലെ അതിനകത്താണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് റബ്ബർ ബാൻഡ് വേണ്ടേ? റബ്ബർ ബാൻഡ് ഉണ്ടോ? ഇതിന്റെ അടി പിടിക്കുമ്പോ തന്നെ ആ ഒരു ചൂട് നോക്കട്ടെ, ഞാൻ ആ ഒരു സ്മെല്ല് നല്ല ചൂട്, നല്ലൊരു നല്ല ഹോംലി ഫീലല്ലേ. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി കഴിക്കുമ്പോ കാണാം. അപ്പൊ നമ്മുടെ പൊതിച്ചോറ് കഴിക്കാൻ സമയമായി. നമുക്ക് ഇനി തുറന്ന് കഴിക്കാം. റബ്ബർ ബാൻഡ് ഇങ്ങോട്ടോ തെറിച്ചു. ഉപ്പേരി, മീൻ വറുത്തത്. പക്ഷെ ഉള്ളിലേക്ക് ചൂടിറങ്ങിയിട്ടില്ല. അവിയലൊക്കെ എടുത്തിട്ട് നമുക്ക് എല്ലാം ഉണ്ട്.
അച്ചാറിവിടെ അച്ചാറ് അപ്പം എല്ലാം എടുത്ത് ഞാനതൊന്ന് കഴിക്കുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വരുന്നത് എനിക്ക് സൂപ്പർ. ആ ഇലയുടെ ആ ഫ്ലേവർ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും എടുത്ത എഫേർട്ടൊക്കെ വേർത്തായിരുന്നു.